നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിഥുന മാസത്തിലെ കർത്തവാവ് വരുന്നത് ജൂലൈ 14 തീയതിയാണ്. തിഥി ആരംഭിക്കുന്നത് ജൂലൈ 13 തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് 6:49 അവസാനിക്കുന്നത് ജൂലൈ 14 ചൊവ്വാഴ്ച 3:12 തിങ്കളാഴ്ച സന്ധ്യ മുതൽ തന്നെ അമാവാസ്യ തിഥി ആരംഭിക്കുന്നുണ്ട്. ചൊവ്വാഴ്ച വരുന്ന കർത്തവാവായതുകൊണ്ട് തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ നടത്തുന്നത് വളരെ നല്ല ഫലങ്ങൾ ലഭിക്കും. കർത്തവാവ് ദിവസം ഭദ്രകാളിയെ ഭജിച്ചാൽ ശത്രുശല്യങ്ങൾ, രോഗങ്ങളിൽ നിന്ന് മുക്തി, കുടുംബ കലഹങ്ങൾ ഒഴിവായി കിട്ടും, മനസ്സിലുള്ള ഭയം മാറിക്കിട്ടും തുടങ്ങി സകല ദോഷങ്ങളിൽ നിന്നും ഭഗവതി നമ്മളെ കാത്തു രക്ഷിച്ചുകൊള്ളും എന്നുള്ളതാണ്. ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ഭദ്രകാളിക്ക് വളരെയധികം പ്രാധാന്യമുള്ള ദിവസമാണ്. അതിനോടൊപ്പം കർത്തവാവ് കൂടി ഒന്നിച്ചു വരുന്നത് കൊണ്ട് തന്നെ ഈ ദിവസം ദേവിയുടെ നാമങ്ങൾ നമുക്കറിയാവുന്നത് ഭദ്രകാളി 10 അറിയാവുന്നവർക്ക് അത് ചൊല്ലാം. അതല്ല എന്നുണ്ടെങ്കിൽ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ഇത് ചൊല്ലാവുന്നതാണ്. വൈകുന്നേരം 3:12 അമാവാസ്യ തിഥി അവസാനിക്കുമെന്നുണ്ടെങ്കിലും സൂര്യോദയ സമയത്ത് അമാവാസ്യ തിഥി ആയതുകൊണ്ട് തന്നെ അന്ന് സന്ധ്യയ്ക്കും ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. മെമ്പേഴ്സിന് ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ മെമ്പേഴ്സ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. കർത്തവാവ് തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് തന്നെ തുടങ്ങുന്നത് കൊണ്ട് ഉപ്പ് പരിഹാരങ്ങളൊക്കെ തന്നെ തിങ്കളാഴ്ച രാത്രിയാണ് ചെയ്യേണ്ടത്. രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ചെറിയൊരു പഴയ മൺചിരാതിലോ അല്ലെങ്കിൽ ചെറിയൊരു പേപ്പർ പീസിലോ എല്ലാ മുറികളിലും 1 സ്പൂൺ കല്ലുപ്പ് വീതം വെച്ചിട്ട് രാവിലെ അതെടുത്ത് വെള്ളത്തിൽ സിങ്കിൽ ഒഴിച്ച് കളയാവുന്നതാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള സകല വിധത്തിലുള്ള നെഗറ്റിവിറ്റികൾ മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. കർത്തവാവ് അമാവാസ്യ തിഥി ഉള്ള രാത്രിയിൽ വേണം വെക്കേണ്ടത്. അതുകൊണ്ട് തിങ്കളാഴ്ച രാത്രിയിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. നമ്മുടെ വീടിനുള്ളിലെ നെഗറ്റിവിറ്റി മാറ്റുന്നതിനോടൊപ്പം വീട്ടിൽ താമസിക്കുന്നവരുടെ നെഗറ്റിവിറ്റി മാറ്റുന്നതിനായിട്ട് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് കയ്യിൽ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് 3 തവണ ക്ലോക്ക് വൈസും 3 തവണ ആന്റി ക്ലോക്ക് വൈസും ഉഴിഞ്ഞ് ആ ഒരു ഉപ്പ് 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് വെക്കാവുന്നതാണ്. വീട്ടിലുള്ള എല്ലാവരെയും ഒന്നിച്ചു നിർത്താൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ഒന്നിച്ചു നിർത്താം. അതിന് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഓരോരുത്തരെ ആയിട്ട് നിർത്തി ഇങ്ങനെ ഉഴിഞ്ഞ് ആ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചാൽ മതി. അടുത്ത ദിവസം രാവിലെ ആ ഉപ്പ് മുഴുവനായിട്ട് അലിഞ്ഞൊന്നും തീരില്ല. നമുക്കതെടുത്ത് സിങ്കിൽ ഒഴിച്ച് കളയാവുന്നതാണ്. ഇത് നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവരുടെ ദൃഷ്ടിദോഷം നീങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി കുമ്പളങ്ങ ദീപം കൊളുത്തുന്നവരാണെങ്കിൽ 14 രാവിലെയാണ് കുമ്പളങ്ങ ദീപം കൊളുത്തേണ്ടത്. കുമ്പളങ്ങ ദീപം കൊളുത്തുന്നതിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല. ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കുമ്പളങ്ങ ദീപം കൊളുത്തേണ്ടത് എന്ന് മനസ്സിലാകും. കുമ്പളങ്ങ ദീപം കൊളുത്തുമ്പോൾ കണ്ടിന്യൂസ് ആയി കൊളുത്തിയാൽ മാത്രമേ അതിനുള്ള ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് സാധിക്കുമെന്നുള്ളവർക്ക് ആ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. അത് 14 ചൊവ്വാഴ്ച രാവിലെയാണ് ചെയ്യേണ്ടത്. കർത്തവാവ് ദിവസം ലക്ഷ്മി പൂജ ചെയ്യുന്നവരാണെങ്കിൽ തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് 7 മണിക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച രാവിലെയും ചെയ്യാവുന്നതാണ്. ചൊവ്വാഴ്ച വൈകുന്നേരം ചെയ്യുന്നതിനേക്കാൾ നല്ലത് തിങ്കളാഴ്ച 7 മണിയാകുമ്പോഴേക്കും സന്ധ്യയ്ക്ക് 7 മണിയാകുമ്പോഴേക്കും ചെയ്യുന്നതാണ്. കുലദൈവ പൂജ ചെയ്യുന്നവരാണെങ്കിലും തിങ്കളാഴ്ച 7 മണിക്കോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച രാവിലെയോ ആണ് ചെയ്യേണ്ടത്. ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചൊവ്വാഴ്ച തന്നെ പോകാൻ ശ്രമിക്കുക. കാരണം ഭദ്രകാളിക്ക് പ്രാധാന്യമുള്ള ദിവസങ്ങൾ ചൊവ്വ, വെള്ളി, കർത്തവാവ് തുടങ്ങിയ ദിവസങ്ങളാണ്. അപ്പോൾ ചൊവ്വാഴ്ചയും കർത്തവാവും ഒന്നിച്ചു വരുന്നത് ചൊവ്വാഴ്ചയാണ്. അന്ന് പോയി കടുംപായസം, ചെമ്പരത്തി മാല സമർപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാവുന്നതാണ്. അതൊക്കെ അവരവരുടെ കഴിവിനനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. ആദ്യം പറഞ്ഞ ഏതൊരു പ്രശ്നമാണെങ്കിലും സോൾവ് ചെയ്ത് കിട്ടുന്നതിന് കണ്ടിന്യൂസ് ആയിട്ട് കർത്തവാവ് ദിവസങ്ങളിലാണ് ഇത് ചെയ്യേണ്ടത്. ഇനി നമുക്ക് കല്ലുപ്പ് കൊണ്ട് കിഴി കെട്ടി വെക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം. 14 രാവിലെ മുതൽ 14 വൈകുന്നേരം 3 മണിവരെയുള്ള ഏതൊരു സമയത്തും മഞ്ഞ നിറത്തിലുള്ള തുണിയിൽ 1 സ്പൂൺ കല്ലുപ്പിട്ട് ഒരു 5 രൂപ കോയിനും വെച്ച് ഒരു പേപ്പറിൽ സ്വർണമെന്നോ അല്ലെങ്കിൽ വെള്ളി വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വെള്ളിയെന്നും ഒക്കെ എഴുതാവുന്നതാണ്. സ്വർണം എന്ന് എഴുതിയ ആ പേപ്പർ മടക്കി ഈ കല്ലുപ്പിനുള്ളിൽ തന്നെ വെക്കാവുന്നതാണ്.
5 രൂപ കോയിനും ഈ പേപ്പറും കൂടി ചെറിയൊരു കവറിലിട്ട് വെക്കുകയാണെങ്കിൽ 5 രൂപ കോയിൻ കല്ലുപ്പുമായി ചേർന്ന് റിയാക്ഷൻ ആയിട്ട് പച്ച നിറത്തിലായി പോകും. അത് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കവറിലിട്ട് വെക്കുകയാണെങ്കിൽ എല്ലാ പ്രാവശ്യവും നമുക്ക് ഇതേ 5 രൂപ തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഒരു 1-2 മാസം കഴിയുമ്പോൾ ആ 5 രൂപ കോയിൻ മൊത്തം ഗ്രീൻ കളറായിട്ട് ഉപയോഗിക്കാൻ സാധിക്കാത്ത നിലയിലാകുമ്പോൾ പിന്നെ അത് വേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് ഒരു കവറിലിട്ട് വേണം വെക്കേണ്ടത്. അടുത്ത കറുത്തവാവിന് നമുക്ക് ആ കിഴി തുറന്ന് ആ ഉപ്പെല്ലാം എടുത്ത് കളഞ്ഞ് പുതിയ തുണി എടുക്കാം, അല്ലെങ്കിൽ ആ തുണി തന്നെ കഴുകിയെടുക്കാവുന്നതാണ്. പുതിയ ഒരു സ്പൂൺ കല്ലുപ്പിട്ട് അതേ കോയിനും അതേ പേപ്പറും തന്നെ അതിനകത്ത് വെച്ച് വീണ്ടും കിഴികെട്ടി ഇടാവുന്നതാണ്. കിഴികെട്ടി ഇടുമ്പോൾ വീടിന് ഫ്രണ്ട് ഡോറിന് മുന്നിലായിട്ടോ അല്ലെങ്കിൽ സൈഡിലോ, ഫ്രണ്ട് ഡോറിന് മുന്നിൽ ആ കിഴി ഇടാൻ സാധിക്കാത്തവർക്ക് ഫ്രണ്ട് ഡോറിനുള്ളിൽ സൈഡിൽ എവിടെയെങ്കിലും കിഴി കെട്ടിയിട്ടാൽ മതി. മഴക്കാലമായതുകൊണ്ട് തന്നെ ആ കിഴിയിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കവറിനുള്ളിലാക്കി കിഴി കെട്ടിയിട്ടാൽ മതി. ഇനി നമുക്ക് എപ്പോഴും ചെയ്യാൻ സാധിക്കുന്ന ഒന്ന്, അതായത് എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും നമ്മുടെ വീട്ടിലുള്ള നെഗറ്റിവിറ്റി ഒക്കെ മാറുന്നതിന് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന ഒന്ന്, ഒരു ഗ്ലാസ് ബൗൾ അല്ലെങ്കിൽ ഒരു മൺ ബൗൾ ആയാലും മതി. ഒരു ഗ്ലാസ് ബൗൾ എടുത്ത് അതിൽ നിറയെ കല്ലുപ്പിട്ട് അതിന് പുറത്ത് 7 ഗ്രാമ്പു, പൂവോട് കൂടിയുള്ള 7 ഗ്രാമ്പു നമ്മുടെ ഹാളിൽ വേണം ഇത് വെക്കേണ്ടത്. ഹാൾ എന്ന് പറഞ്ഞ് സ്വീകരണ മുറി, എല്ലാവരും ഗസ്റ്റ് വരുമ്പോഴൊക്കെ ആദ്യം വന്ന് സംസാരിക്കുന്ന മുറിയിൽ വേണം ഇത് വെക്കേണ്ടത്. ഹാളിൽ തന്നെ വെക്കണം എന്ന് പറയുന്നതിന്റെ കാരണം പുറത്തുനിന്ന് ആര് വന്നാലും നമുക്ക് യാതൊരുവിധ നെഗറ്റിവിറ്റിയും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കല്ലുപ്പ് ആ നെഗറ്റിവിറ്റി ഒക്കെ അബ്സോർബ് ചെയ്യും. ഗ്രാമ്പു വെക്കുന്നത് നമുക്ക് ധനവരം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്, പണനഷ്ടമൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയും കൂടിയാണ് ഗ്രാമ്പു വെക്കുന്നത്. ഇത് 2 ആഴ്ച കഴിയുമ്പോൾ ആ കല്ലുപ്പെല്ലാം വെള്ളത്തിൽ അലിയിച്ചോ അല്ലെങ്കിൽ സിങ്കിൽ വെള്ളമൊഴിച്ച് കളയുകയോ ചെയ്യാം. ഗ്രാമ്പു ആരും ചവിട്ടാത്തെടുത്ത് കളഞ്ഞാൽ മതി. സാമ്പ്രാണി പുകയ്ക്കുന്നതിലൊന്നും തന്നെ ഇടേണ്ട ആവശ്യമില്ല. വീണ്ടും 2 ആഴ്ച കൂടുമ്പോൾ ഞായറാഴ്ച നോക്കി നമുക്ക് വെക്കാവുന്നതാണ്. കറുത്തവാവ് ദിവസം പഴയത് വെച്ചിട്ടുള്ളത് കളഞ്ഞ് പുതിയത് വെക്കുന്നത് കൂടുതൽ നല്ലതുമാണ്. അപ്പോൾ ഈ ബൗളിൽ വെക്കുന്നത് തിങ്കളാഴ്ച രാത്രി ഒരു 7 മണിക്ക് വെക്കാം, അല്ലെങ്കിൽ ചൊവ്വാഴ്ച വൈകുന്നേരം 3 മണിക്കുള്ളിൽ ഏതൊരു സമയത്തും ചെയ്യാവുന്നതാണ്. കറുത്തവാവ് എന്ന് പറയുമ്പോൾ പിതൃപ്രീതി വരുത്തേണ്ട ദിവസം കൂടിയാണ്. ബലിയിടാൻ പോകുന്നവർക്ക് ബലിയിടാൻ പോകാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ കറുത്തവാവിന് ബലിയിടാൻ പോകാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ, രാവിലെ തന്നെ കുറച്ച് ചോറുണ്ടാക്കി കാക്കയ്ക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. വാഴയില ഉണ്ടെങ്കിൽ വാഴയിലയിൽ ചോറും കുറച്ച് എള്ളും മിക്സ് ചെയ്ത് നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ അതിലൊരു സ്പൂൺ ഒഴിച്ച് മിക്സ് ചെയ്ത് കാക്കയ്ക്ക് വെക്കാവുന്നതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് വേണം ഈ ഒരു ദിവസം അത് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീടിന് പുറത്തായിട്ട് ഒരു ഗ്ലാസ് വെള്ളം വെക്കുക എന്നുള്ളതാണ്. ഇത് ചൊവ്വാഴ്ച രാവിലെ നമ്മൾ ഉണർന്ന് കുളിച്ചു കഴിയുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം വീടിന് പുറത്ത് ഫ്രണ്ട് ഡോറിന് സൈഡിലായിട്ട്, ഏത് സൈഡിൽ വേണമെങ്കിലും വെക്കാവുന്നതാണ്. എപ്പോൾ മാറ്റാമെന്ന് പറഞ്ഞാൽ, ചൊവ്വാഴ്ച 3 മണി കഴിയുമ്പോൾ ഏതൊരു സമയത്തും ആ വെള്ളം ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലൊഴിച്ച് ആ ഗ്ലാസ് തിരിച്ചെടുക്കാവുന്നതാണ്. ദൃഷ്ടിദോഷം മാറുന്നതിന് വേണ്ടി ചൊവ്വാഴ്ച രാവിലെ ഒരു നാരങ്ങ എടുത്ത് 2ആയി മുറിച്ച് ഒരു പകുതിയിൽ കുങ്കുമം തേക്കുക, ഒരു പകുതിയിൽ മഞ്ഞൾ തേക്കുക. എന്നിട്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഡോറിന്റെ 2 സൈഡുകളിലായിട്ട് വെക്കുക. അപ്പോൾ ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ സാധിക്കുന്നത് അതൊക്കെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. തിങ്കളാഴ്ച രാത്രി വീട്ടിനുള്ളിൽ കല്ലുപ്പ് വെക്കുന്നതും കല്ലുപ്പ് കൊണ്ട് ദൃഷ്ടി എടുക്കുന്നതും മിസ് ചെയ്യാതിരിക്കുക. പണച്ചിലവില്ലാതെ നെഗറ്റിവിറ്റി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ആരും മിസ് ചെയ്യാതിരിക്കുക. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അത് മാത്രം ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.